30 കൊല്ലം മുമ്പ് ഇദ്ദേഹം ഈ പുസ്തകം എഴുതിയിരുന്നെങ്കിൽ ഞാൻ ഈ മുഖ്യമന്ത്രിയായിട്ട് വേദിയിലുണ്ടാവില്ല. നാട് മുഴുവൻ ഭരിക്കുന്നത് ശരിക്കും സിവിൽ സർവീസുകാരാണ്, രാഷ്ട്രീയക്കാരല്ല എന്ന് പറയുന്നത്. അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് ഞാൻ പെൻസിൽ വെച്ച് വരച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ മൊത്തം നീറ്റ് പരീക്ഷയുടെ വിവാദം, PSC സെലക്ഷന്റെ വിവാദമൊക്കെ നടക്കുന്ന കാലത്ത് ട്രാൻസ്പെറന്റ് ആയി നടക്കുന്ന ഒരു എക്സാമിനേഷൻ. ചിലർ പറയും 1-2 മാസം കൊണ്ട് സിവിൽ സർവീസ് എഴുതുക. അദ്ദേഹം പറയുന്നത് 1 വർഷമെങ്കിലും മിനിമം തയ്യാറെടുപ്പ് എക്സാമിന് വേണ്ടി വേണം. വലിയൊരു പ്രോസസ്സാണ്. ആ പ്രൊസീജിയർ എന്താണ്, ആ പ്രോസസ്സ് എന്താണ്, പിന്നെ അതിനുശേഷം പ്രിലിംസിന്റെ പ്രത്യേകത, പ്രിലിംസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്, ഇന്റർവ്യൂ, എക്സാം കഴിഞ്ഞാൽ 2-3 ആഴ്ച ഉണ്ടാവുള്ളൂ അല്ലേ, കുറച്ച് സമയമല്ലേ, കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ എന്ന് പറയും. പക്ഷെ നേരത്തെ തൊട്ട് ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 വർഷം മുമ്പേ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത കുട്ടികൾ പോലും ഇത് വായിച്ചാൽ ഈ പരീക്ഷയ്ക്ക് അടക്കമുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് കുട്ടികളെ തയ്യാറെടുക്കും, ഒരു സംശയം. കാരണം അത്രയും ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ് അദ്ദേഹം നൽകുന്നത്. റീഡിങ് എങ്ങനെയാണ്, സ്പീഡിൽ റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, മെമ്മറി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട്. ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ എന്താണ് ഇത് ചെയ്യേണ്ടത്, പിന്നെ ഇന്റർവ്യൂ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്, എക്സാം എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് ഫാദർ അവിടെ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. ഫാദർ എല്ലാ വർഷവും ട്രാൻസ്ഫർ കിട്ടും. അതുകൊണ്ട് 11 വർഷം സ്കൂളിൽ പഠിച്ചപ്പോൾ 11 സ്കൂളിലാണ് പഠിച്ചത്. ഗൈഡ് ഇല്ലായിരുന്നു, ഒരു ഗൈഡ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഗൈഡായി അദ്ദേഹം മാറിയിരിക്കുന്നത്. ഋഷിരാജ് സിംഗ് നയിക്കുന്ന ലീഡ്സ് IAS അക്കാദമി മികച്ച വിജയം കൈവരിച്ചിരിക്കുന്നു. സിവിൽ സർവീസ് IAS അക്കാദമിയായ ലീഡ് IAS അക്കാദമി മുൻ DGP ഋഷിരാജ് സിംഗും നയിക്കുന്ന ലീഡ് IAS അക്കാദമി 2026 ബാച്ചിലേക്കുള്ള IAS കോച്ചിംഗ് അഡ്മിഷൻ ആരംഭിച്ചു. ഇവർക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. ലീഡ് IAS, number 1 IAS academy in Kerala. ആൻസർ ഒന്നും കൂടെ പറയാം. ഞാൻ ഇപ്പഴാ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഓരോരുത്തര്. കുഴപ്പമില്ല, മോൻ ചെയ്തോ, പറഞ്ഞുതരാം, ലാസ്റ്റ് പറഞ്ഞുതരാം. വിഷ്ണു 3ാമത് കിട്ടി.